ഇംഗ്ലണ്ട് വേഴ്സസ് DR കോങ്കോ, ഡോക്ടർ കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോ എന്നൊക്കെ പറയുന്ന ഒരു 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 ഫൈറ്റിംഗ് മാച്ച്. മുമ്പ് ബ്രസീലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ട്, ജപ്പാൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ DR കോങ്കോ. ലിറ്ററലി അതുപോലൊരു മാച്ചല്ലായിരുന്നു നമ്മളാ കണ്ടത് അല്ലേ? എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. DR കോങ്കോ എന്ന് പറയുന്നത് അവന്മാർ മറ്റേ പോർച്ചുഗലിൻ്റെയും കൊളംബിയയുടെ ഒക്കെ ആ ഒരു ടീമിൽ നിന്ന്, ആ ഒരു ഗ്രൂപ്പിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ട് വന്ന ഒരു ടീമാണ്. സോ നമ്മളെന്താ വിചാരിച്ചത്, ഇംഗ്ലണ്ട് വേഴ്സസ് DR കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോ, ഇംഗ്ലണ്ട് വളരെ ഈസി ആയിട്ട് വിജയിക്കും, ഒരു വൺ സൈഡഡ് മാച്ച് ആയിരിക്കും, അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ബട്ട് ദാറ്റ് മാച്ച് വാസ് എ അബ്സല്യൂട്ട് ത്രില്ലർ, ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാച്ച്. DR കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോ എന്ന് പറയുന്ന ടീം ഡിസേർവ്സ് റെസ്പെക്ട് എന്ന് വേണം പറയാനായിട്ട്. എൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. DR കോങ്കോ അവർ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നല്ലപോലെ ഡോമിനേറ്റ് ചെയ്തു. മേ ബി അവരുടെ പ്ലാനും ചിലപ്പോൾ അതായിരിക്കും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഭീകര ഡോമിനേഷൻ കൊടുക്കുന്നു, എല്ലാവരും ഫുൾ എനർജിയിൽ കളിക്കുന്നു, ഭീകര അറ്റാക്ക് ചെയ്യുന്നു, ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നു, പിന്നെ അത് പിടിച്ച് കളിക്കുന്നു. അതായിരിക്കും അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. സോ ലിറ്ററലി ഫസ്റ്റത്തെ 10 മിനിറ്റ് ദേ വർ ജസ്റ്റ് ബ്രില്യൻ ഡോമിനേറ്റിംഗ്, ഫാസിനേറ്റിംഗ് ഡോമിനേറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡോമിനേഷൻ അറ്റാക്കിൽ അവർ കൊണ്ടുവന്നു അവസാനം അവരുടെ എന്താണ് സിപ്പാങ്കിയോ അങ്ങനെ എന്തോ ഒരു പ്ലെയറിൻ്റെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ആ പ്ലെയർ ഒരു ഷോട്ട് അടിച്ചു, ഗോളായി. പിക്ഫോർഡ് അവിടെ ബീറ്റായി. 1-0 എന്നുള്ളൊരു സ്കോറിന് കോങ്കോ മുന്നിലെത്തി. പിന്നെ നമ്മൾ കണ്ടത് എൻ്റെ മേനെ ആ ഗോൾ കീപ്പറിൻ്റെ പേരെന്താ, ലിയണൽ എന്ന് വെച്ചിട്ട് എന്തോ ഒരു പേരാണ്. കോങ്കോൻ്റെ ഗോൾ കീപ്പർ. പിന്നെ അവിടെ നിന്ന് ഫസ്റ്റ് ഹാഫ് തീരുന്നത് വരെ കോങ്കോൻ്റെ ഗോൾ കീപ്പർ നടത്തിയ കുറച്ച് സേവുകളുണ്ട്. എൻ്റെ മോനെ, ഞാൻ വിചാരിച്ചു ഈ ഗോൾ കീപ്പർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോങ്കോ ഇന്നത്തെ മാച്ചിൽ ജയിക്കും. അമ്മാതിരി ഗോൾ കീപ്പിംഗ് ആണ് ആ ചങ്ങായി നടത്തിയത്. എത്ര സേവ്, കയ്യും കണക്കില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ 7-8 സേവ് ഉണ്ട്, അതും വളരെ ക്രൂഷ്യൽ. ബെല്ലിംഗാമിൻ്റെ ഒരു ഹെഡൊക്കെ ഉണ്ടായിരുന്നു മോനെ. അത് ബെല്ലിംഗാമിൻ്റെ ഹെഡ് പോയതെന്ന് പറഞ്ഞാൽ ഒരു ബുള്ളറ്റ് പോലെ പോയത്. പുള്ളി റിഫ്ലക്സ് കൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങോട്ട് സേവ് ചെയ്തു. ദാറ്റ് ഈസ് DR കോങ്കോൻ്റെ ഗോൾ കീപ്പറിനെ കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത്. സെക്കൻഡ് ഹാഫിൽ ബെല്ലിംഗാമിന് തന്നെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഡിഫ്ലക്റ്റഡ് ആയി പോയിട്ട് ഗോൾ കീപ്പറിൻ്റെ നേരെ ഗോൾ പോസ്റ്റിൻ്റെ അകത്തോട്ടാണ് പോകേണ്ടത്. പക്ഷെ അതും റിഫ്ലക്സും ഉണ്ട്, ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഫസ്റ്റ് ഹാഫ് വാസ് ആ ഗോൾ കീപ്പർ കൊണ്ടുപോയി, കോങ്കോൻ്റെ ഗോൾ കീപ്പർ കൊണ്ടുപോയി. പിന്നെ അവരുടെ ഡിഫൻസും ഞാൻ പറയില്ലേ, ബ്രസീൽ വേഴ്സസ് ജപ്പാൻ ഒരു സിമിലർ മാച്ചാണ് ഈ കോങ്കോ വേഴ്സസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ജപ്പാൻ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ കൊണ്ടുവന്നു, പിന്നെ അവർ ആ ഒരു 6 ലൈൻ ഡിഫൻസ് കൊണ്ടുവന്ന് അല്ല മിഡ് ബ്ലോക്കിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സാധനം മിഡ്ഫീൽഡിനെ ബ്രീച്ച് ചെയ്യാൻ വേണ്ടി ബ്രസീലിന് ഫസ്റ്റ് ഹാഫിൽ പറ്റുന്നില്ലായിരുന്നു. സെയിം ഇംഗ്ലണ്ടിന് ഫസ്റ്റ് ഹാഫിൽ മറ്റേ കോങ്കോൻ്റെ മിഡ്ഫീൽഡിനെ ബ്രീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ അറ്റാക്കിങ്ങിൽ ഒരു പരിധി വരെ തടയിടാൻ പറ്റിയെങ്കിലും അവരുടെ മിഡ്ഫീൽഡിനെ ബ്രീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രീച്ച് ചെയ്തിട്ട് ആ ഡിഫൻസിനെ അങ്ങോട്ട് പൊളിക്കാൻ പറ്റുന്നില്ല. ഇനി പൊളിച്ചാൽ തന്നെ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണ്. പൊളിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ഗോൾ കീപ്പർ അങ്ങനെ പൊളിച്ച സിറ്റുവേഷൻസിലേക്ക് ആ ഒരു ഗോൾ കീപ്പർ അത് സേവ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാച്ച് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ, കോങ്കോൻ്റെ ഗോൾ കീപ്പർ അത് കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫിലോട്ട് പോയി. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ കോങ്കോൻ്റെ കയ്യിലും ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം ഇംഗ്ലണ്ടിൻ്റെ കയ്യിലും എന്തോ കോച്ച് പറഞ്ഞു കൊടുത്തു. അത് വെച്ച് ഇംഗ്ലണ്ടിൻ്റെ ടാക്ടിക്സേ മാറി. പിന്നെ ഫുൾ അറ്റാക്കുകളായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡിൽ ആ ഒരു ലൈനപ്പില്ല. റാഷ്ഫോർഡ് എന്താ കാണിക്കണം? റാഷ്ഫോർഡ് അടിക്കുന്ന ഷോട്ടെല്ലാം പുറത്തോട്ട്, ബോൾ മാനം വരെയധികം കാലിൽ നിൽക്കുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നു. സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്തു, റാഷ്ഫോർഡിനെ മാറ്റി ഗോർഡനെ കൊണ്ടുവന്നു. ബാഴ്സലോണൻ്റെ പുതിയ സൈനിങ് ആണ്. ബാഴ്സലോണ ഓഡിയൻസിന് വളരെ കൃത്യമായിട്ട് ആരാണ് ഗോർഡൻ എന്ന് അറിയായിരിക്കും. ന്യൂകാസിൽ യുണൈറ്റഡിലായിരുന്നു, ഇപ്പോൾ ബാഴ്സലോണൻ്റെ പ്ലെയറാണ്. 80 മില്യൺ ബാഴ്സലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആ പുള്ളിനെ കൊണ്ടുവന്നത് അതൊരു വൺ ഓഫ് എ ക്രൂഷ്യൽ ചേഞ്ച് ആയിരുന്നു. പിന്നെ അതുപോലെ റൈറ്റ് വിങ്ങിൽ എന്താണ് ആ പുള്ളിൻ്റെ പേര് എനിക്കറിയില്ല, ആഴ്സണലിലൊക്കെ റൈറ്റ് വിങ്ങറില്ലേ, ആ പുള്ളിനെ മാറ്റി സാക്കനെ കൊണ്ടുവന്നു. സാക്കനെ കൊണ്ടുവന്നിട്ട് അവിടെയും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചേഞ്ച് നടന്നു. കാരണം മറ്റേ പുള്ളി നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ റൈറ്റ് വിങ്ങിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്നിട്ടുണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള അറ്റാക്കുകൾ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സാക്ക കുറച്ചും കൂടി പുറകിലോട്ട് ഇറങ്ങി വന്ന് ഡിഫൻസിനെ സഹായിക്കുന്നുണ്ടായിരുന്നു, അവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഹാരി കെയ്ൻ സ്റ്റിൽ വാസ് ദെയർ. ഹാരി കെയ്ൻ അവിടെ സ്ട്രൈക്കറായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ കണ്ടത് ഹാഫ് ടൈമിന് ശേഷം ഒരു ബ്രീച്ചിങ് ആണ്, മിഡ്ഫീൽഡ് ബ്രീച്ചിങ് ആണ്. കോങ്കോ നിന്ന് വെള്ളം കുടിക്കാം. നമ്മൾ ബ്രസീലിൽ കണ്ടില്ലായിരുന്നു, സെക്കൻഡ് ഹാഫിൽ ഒരു തീ മാച്ചാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ അവിടെ ബ്രസീൽ ജപ്പാൻ്റെ മിഡ്ഫീൽഡിനെ കാർലോ ആൻസലോട്ടിയുടെ ടാക്ടിക്സ് യൂസ് ചെയ്ത് ബ്രീച്ച് ചെയ്തു അവിടെ കംപ്ലീറ്റ്ലി. സോ ആ സെയിം ടാക്ടിക്സ് എന്നല്ല, ടാക്ടിക്സ് ഈസ് ഡിഫറെൻറ്റ്, സെയിം പരിപാടി തന്നെ ഇവിടെ നടന്നു.
വേറെ ടാക്ടിക്സ് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടന്നു. വിങ്ങിലൂടെയുള്ള കളി കുറച്ചും കൂടി ഹാരി കെയ്ൻ കുറച്ചും കൂടി പുറകിലോട്ട് ഇറങ്ങി കുറച്ചും കൂടി അവിടെ സ്പേസ് കിട്ടാൻ തുടങ്ങി. ഡെക്ലാൻ റൈസ് കുറച്ചും കൂടി ചാർജ് ചെയ്ത് അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൂടി ആയ സമയത്ത് കോങ്കോ ഡിഫൻസ് ഈസ് ലിറ്ററലി വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇടയിലാണ് ഇയാളുടെ അതേപോലെ മറ്റേ ഗോർഡൻ്റെ അസിസ്റ്റിൽ നിന്നും ഹാരി കെയ്ൻ ഒരു ഹെഡറിൽ ഒരു ഗോൾ സ്കോർ ചെയ്തു. 1-1 സ്കോറിന് ഡ്രോ ഈക്വലൈസ് ചെയ്തു. ഈ ഒരു സിറ്റുവേഷൻ നടക്കും. ഫസ്റ്റ് ഹാഫിൽ ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു ഹാരി കെയ്ൻ. അതൊരു പെനാൽറ്റി അല്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു പെനാൽറ്റി ആണ്. പക്ഷെ ബാക്കിൽ നിന്ന് കാണുന്ന സമയത്ത് റഫറിനെ കുറ്റം പറയാനും പറ്റില്ല. ബാക്കിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഇത് പെനാൽറ്റി ആണോ, അത് ഹാരി കെയ്ൻ ആ കൈ എത്തുന്നതിന് മുമ്പേ ഡൈവ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അവിടെ ഒരു ഹാൻഡ് ടച്ച് ഉണ്ട്. പക്ഷെ അത് ഹാരി കെയ്ൻ ഡൈവ് ചെയ്തതിന് ശേഷമാണ് ടച്ച് ഉള്ളത്. പക്ഷെ ബട്ട് സ്റ്റിൽ അതൊരു പെനാൽറ്റി അല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ആണെന്നാണ് എനിക്കത് തോന്നിയത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതവിടെ കഴിഞ്ഞു. ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് അവിടെ കഴിഞ്ഞു. പിന്നെ പറഞ്ഞോ കെയ്ൻ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ ഇംഗ്ലണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കോങ്കോയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവർക്കും എങ്ങനെയെങ്കിലും ഒരു ഗോൾ സ്കോർ ചെയ്ത് 90 മിനിറ്റിൽ പരിപാടി തീർത്ത് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവുമെന്നാണ് അവരുടെ ആഗ്രഹം. അറ്റാക്കുകൾ നടക്കുന്നു. പിന്നെ ഒരു ബോള് അങ്ങനെ തട്ടിത്തെറിച്ച് അതായത് ഈ കോങ്കോൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ആകെ തട്ടിക്കളിയാണ്. അവന്മാർ എങ്ങനെയെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യും. പക്ഷെ ഒരു ബോൾ അവന്മാർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അത് അവന്മാർ ക്ലിയർ ചെയ്യാത്ത വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. ഗോർഡനാണ് ആ ഒരു ബോൾ കിട്ടിയത്. ഗോർഡൻ ആ ബോളും കൊണ്ട് നേരെ ആ ഒരു സെൻറ്ററിൻ്റെ ബോക്സിൻ്റെ തൊട്ട് പുറത്തു നിന്നും നേരെ അത് കൊണ്ടുപോയി കെയ്ന് കൊടുത്തു. കെയ്ൻ അത് ഒരു റൺ അങ്ങോട്ട് നടത്തി റൈറ്റിലോട്ട്. പിന്നെ റൈറ്റ് ഫുട്ട് കൊണ്ട് പോസ്റ്റിക്ക് പോലും നോക്കാതെ ഒരു ബുള്ളറ്റ് ഷോട്ട് അങ്ങോട്ട് കയറ്റിട്ടു. ആ ബുള്ളറ്റ് ഷോട്ട് കയറ്റില്ലാതെ വേറെ മാർഗ്ഗമില്ല. എങ്ങനെ അടിച്ചാലും മറ്റേ കോങ്കോൻ്റെ ഗോൾ കീപ്പർ സേവ് ചെയ്യാണ്. ഒരു ബുള്ളറ്റ് ഷോട്ട് അങ്ങോട്ട് റൈറ്റ് കോർണറിലോട്ട് അടിച്ചങ്ങോട്ട് കയറ്റി. 2-1 സ്കോറിന് ഇംഗ്ലണ്ട് ലീഡിലെത്തി. ആ ഒരു ലീഡിൽ മാച്ച് അവസാനിച്ചു. ദിസ് മാച്ച് വാസ് ആൻ അബ്സല്യൂട്ട് ബ്ലോക്ക് ബസ്റ്റർ. ഞാൻ ഈ ഡിയർ കോങ്കോ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് കാണണോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. കോങ്കോ ഒരു ഗോൾ സ്കോർ ചെയ്തതിന് ശേഷമാണ് 10ാമത്തെ മിനിറ്റിലാണ് ഞാൻ ലൈവായിട്ട് മാച്ച് കാണാൻ തുടങ്ങിയത്. പക്ഷേ മാച്ച് കണ്ടതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ ബെൽജിയം വേഴ്സസ് സെനഗൽ മാച്ച് കാണണം എന്നാഗ്രഹിച്ച ഒരാളാണ്. അത് കാണണം എന്നുള്ള പ്ലാനിൽ നിന്ന ഒരാളാണ്. നമുക്ക് ഒരു ദിവസം 1 കളി 2 കളിക്ക് മാക്സിമം കാണാൻ കഴിയുള്ളൂ, ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ബെൽജിയം വേഴ്സസ് സെനഗൽ മാച്ച് കാണാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേത് ഹൈലൈറ്റ്സ് കാണാം കോങ്കോ വേഴ്സസ് ഇംഗ്ലണ്ട്. കാരണം 1 സൈഡായിരിക്കും വിചാരിച്ചു. പിന്നെ 9 നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ടൈമാണ് 9:30. നേരത്തെ കിടന്നുറങ്ങി മറ്റേ കളി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും റിഗ്രറ്റ് ഇല്ല. ഈ ഒരു മാച്ച് കണ്ട് എനിക്ക് ഞാൻ നല്ലപോലെ എൻ്റർടൈൻഡ് ആയി. ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ച് ഞാൻ അത്ര എൻ്റർടൈൻമെൻ്റ് ഇല്ല, കാരണം അത് നമ്മുടെ ടീമാണ്. ബട്ട് സ്റ്റിൽ ഇവിടെ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടി. സന്തോഷമായി ആ ഒരു മാച്ച് കണ്ടപ്പോൾ. ഞാൻ എൻ്റർടൈൻഡ് ആയി. പിന്നെ ബെൽജിയം വേഴ്സസ് സെനഗൽ മാച്ച് 84ാമത്തെ മിനിറ്റ് 82ാമത്തെ മിനിറ്റ് വരെ ബെൽജിയം ആയിരുന്നു. സെനഗലായിരുന്നു 2-0 മുന്നിൽ നിന്നത്. സെനഗൽ ഒരു ബ്യൂട്ടിഫുൾ ഗെയിം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ലുക്കാക്കു ഒരു ഗോൾ സ്കോർ ചെയ്തു. പിന്നെ മറ്റേ പുള്ളിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. പുള്ളിയും 2 ഗോൾ സ്കോർ ചെയ്ത് 3-2 സ്കോറിന് ബെൽജിയം അങ്ങോട്ട് തിരിച്ചു വന്നു. ഒരു കംബാക്കുകളുടെ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞത്. ഇംഗ്ലണ്ടും തിരിച്ചു വന്നു, ബെൽജിയം തിരിച്ചു വന്നു. ബെൽജിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ടൊക്കെ 2018 ആ സമയത്തൊക്കെ പീക്ക് ബെൽജിയം ആയിരുന്നു. മറ്റേ കെവിൻ ഡി ബ്രൂയിന, റൊമേലോ ലുക്കാക്കു, എഡൻ ഹസാർഡ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒരു പീക്ക് ടീമായിരുന്നു. 2018 ബ്രസീലിനെയൊക്കെ ക്വാർട്ടറിൽ പൊട്ടിച്ച് സെമിയിലോട്ട് ക്വാളിഫൈ ആയ ഒരു ടീമാണ് ബെൽജിയം എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് പിന്നെ എന്തൊക്കെയോ ഒരു ആവറേജ് ടീമായി മാറി ബെൽജിയം എന്ന് പറയുന്നത്. സോ അത് ഞങ്ങളൊരു ആവറേജ് ടീം അല്ല, ഞങ്ങളിപ്പോഴും സ്റ്റിൽ ആ ഒരു വേൾഡ് ക്ലാസ് ടീം തന്നെയാണ് എന്ന് കാണിക്കാനായിരിക്കും മേ ബി സെനഗലിലെത്തി ഇങ്ങനെ ഒരു പെർഫോമൻസ് അവസാനത്തെ ഒരു 10 മിനിറ്റിൽ പുൾ ഓഫ് ചെയ്തത്. സോ എന്തായാലും 3-2 സ്കോറിന് ബെൽജിയം ക്വാളിഫൈ ആയിട്ടുണ്ട്. കോങ്കോൻ്റെ ഇംഗ്ലണ്ടിൻ്റെ ഒപ്പോണൻ്റ് ആരാ ഞാൻ താഴെ വെക്കാം എന്തായാലും. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബോസ്നിയ വേഴ്സസ് USA മാച്ച് ഉണ്ട്. അതുകൂടെ ജസ്റ്റ് ഇരിക്കുമ്പോൾ വെറുതെ ഒന്നിരുന്ന് കാണും. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് ആ ഒരു ഇംഗ്ലണ്ട് വേഴ്സസ് കോങ്കോ മാച്ച് കണ്ട സമയത്ത് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻ്റർടൈൻഡ് ആയി. എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളെ ആ മാച്ചിൻ്റെ വലിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ പിന്നെ കണ്ടൻസും കാര്യങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.